ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 3ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ആനുവൽ എക്സാമിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഒന്നാമത് ഊതിയാൽ, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഒന്നാമത് ഊതിയാൽ എന്താണ്? എല്ലാം നശിക്കും, എല്ലാം നശിക്കും. രണ്ടാമത് ഊതിയാലാണ് മരിച്ചവർ ഹയാത്താകുന്നത് അല്ലേ? അപ്പോൾ അത് ഓർത്തു വെക്കുക. അടുത്തത്, അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. ആർക്കാണ്? കുടുംബബന്ധം മുറിച്ചാൽ. കുടുംബബന്ധം മുറിച്ചാൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. കുടുംബബന്ധം നിലനിർത്തിയാൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കും, ആയുസ് വർദ്ധിക്കും, ഭക്ഷണം വിശാലമാക്കും. അതും ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കണം. നമ്മൾ മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. ഇതിൽ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരം മനസ്സിലാക്കി പോവാം. ഇനി അടുത്തത്, വലിയുപ്പ മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. വലിയുപ്പ മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 8 ആണ്. വല്യപ്പ അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 8 വയസ്സാണ്. ഖുർആനിൻ്റെ മഹത്വം മനസ്സിലായിട്ടും മക്കക്കാർ വിശ്വസിച്ചില്ല. കാരണം എന്തായിരുന്നു? അതൊരു അഹങ്കാരം കാരണമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. അടുത്തത്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. എവിടെയായിരുന്നു? മദീനയിൽ. കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് ഉള്ളതിനാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് മദീനയിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചൊക്കെ ചോദ്യം വരും. മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അടുത്തത്, ആടിനെ മേച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചു. ആരെയാണ്? മൂത്താപ്പ അബൂ തോലിബിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിച്ചത്. അടുത്തത്, ഈ ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ആരെയാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ. ഇതാരാ പറഞ്ഞത്? ആയിഷ ബീവിയാണ് പറയുന്നത്. ഒരുപാട് മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. അടുത്തത്, ഇതുള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. എന്താണ്? വിശ്വസ്തത ഉള്ളവർക്ക് മാത്രമേ അന്യരുടെ ധനം കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ പെട്ട മഹദി ആരാണ്? റുഖിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. അതാണ് പെൺമക്കളിൽ പെട്ടത്. പെൺമക്കളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആൺമക്കളിൽ പെട്ടത് എന്ന് പറഞ്ഞിട്ട് പേര് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സൊഫിയ, സൗദൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തു വെക്കണം. ഇതുപോലെ മറ്റു പേരുകളൊക്കെ വന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. അടുത്തതാ, ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ ചെയ്യാൻ പറഞ്ഞത് ആർക്കാണ്? അയൽവാസികൾക്കാണ് നന്മ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി അടുത്ത, ചേരുമ്പടി ചേർക്കാനാണ്. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആണ് സ്വർഗസ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ. അപ്പോൾ അതിൻ്റെ ഡി ഏതാ? അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പോൾ അതിൻ്റെ ഈ ഏതാ? അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാം വയസ്സിൽ വഫാത്തായി. ആരായിരുന്നു? ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6ാം വയസ്സിലാണ് വഫാത്തായത്. അപ്പോൾ അതിൻ്റെ നമുക്കിവിടെ നൽകാം. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന മകൻ്റെ മാതാവ് ആരാണ്? മാരിയത്തുൽ കിബ്തിയാണ് ഇബ്രാഹിം എന്ന കുട്ടിയുടെ മാതാവ്. മറ്റു മക്കൾ കാസിം, അബ്ദുള്ള അവരൊക്കെ ഖദീജ ബീവിയുടെ മക്കളാണ്. അത് ഓർക്കണേ. അടുത്തത്, ഇമ്രാൻ്റെ മകളാണ്. ആര്? ഇമ്രാൻ്റെ മകൾ മറിയമാണ്.
അപ്പോൾ ഇവിടെ മറിയം എന്നാണ് പേര് വരേണ്ടിയിരുന്നത്, മാറിപ്പോയതാണ്. ആസിയ ആരുടെ മകളാണ്? മുസാഹിമിൻ്റെ മകളാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മുസാഹിമിൻ്റെ മകൾ എന്ന് വരണം. ഓക്കെ, മുസാഹിമിൻ്റെ മകൾ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം മുസാഹിമിൻ്റെ മകൾ ആസിയ, ഇമ്രാൻ്റെ മകൾ മറിയം, അങ്ങനെ മനസ്സിലാക്കുക. നമുക്ക് ഇതുപോലെ മാറ്റി ഓപ്ഷൻ തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ, മനസ്സിലാക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? യൗമുദ്ദീൻ എന്നാൽ ഡാഷ് ദിനം എന്നാണ് അർത്ഥം. എന്താണ്? പ്രതിഫല ദിനം. പ്രതിഫല ദിനം. ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പ്രതിഫല ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ. ഇനി 25-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷിലേക്ക് കച്ചവടത്തിന് പോയി. എവിടേക്കാണ്? സിറിയയിലേക്ക് കച്ചവടത്തിന് പോയി. ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായിട്ട്. കൂടെ മൈസറത്തുണ്ടായിരുന്നു അല്ലേ. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫലാ യുഅ്ദിൻ ജാറഹു, അയൽവാസിയെ ഉപദ്രവിക്കരുത്. ഫലാ യുഅ്ദിൻ ജാറഹു, അയൽവാസിയെ ഉപദ്രവിക്കരുത്. അന്ത്യദിനത്തിലും അല്ലാഹു തആലയിലും വിശ്വസിക്കുന്നവർ അയൽവാസിയെ ഉപദ്രവിക്കരുതെന്ന് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാം. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഡാഷ് മോഷ്ടിക്കുകയില്ല. ആരാണ്? സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. സത്യവിശ്വാസി മോഷ്ടിക്കുകയില്ല. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഡാഷാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ പേരുള്ള 2 ഭാര്യമാരുണ്ടായിരുന്നു. പേരെന്ത്? എന്തായിരുന്നു? സൈനബാനി എന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈത്തിൽ അല്ലേ. ഹിന്ദും സൈനബാനി ജുവൈരിയ. അപ്പോൾ ആ സൈനബാനി എന്നുള്ളത് 2 സൈനബമാരെ പേരാണ്. 2 സൈനബ എന്നാണ് സൈനബാനി. ആരൊക്കെയാണ്? സൈനബ ബിൻത്ത് ജഹസ് റളിയല്ലാഹു അൻഹ, സൈനബ ബിൻത്ത് ഹുസൈമ റളിയല്ലാഹു അൻഹ. നമ്മളെ 9-ാമത്തെ പാഠത്തിൽ നഖ്റ വ നഫമു ഭാഗത്ത് പറയുന്നുണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. അടുത്ത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളുണ്ടായിരുന്നു. 4 പെൺമക്കളും 3 ആൺമക്കളും. അടുത്തതാ, കറുത്ത പഴം പറിക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്തിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞത്? എന്തിനെക്കുറിച്ചായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറാക്ക് മരത്തിലെ പഴങ്ങൾ പറിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സഹാബികളോട് ഇത് പറഞ്ഞത്. കറുത്തത് പറിക്കുക, അതാണ് ഏറ്റവും നല്ലത് എന്നത് മനസ്സിലാക്കുക. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് അറബിയിൽ പറയുന്ന പേരെന്ത്? എന്താണ്? അഹ്ലുബൈത്ത് എന്നാണ്. അഹ്ലുബൈത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് പറയുന്നത്. ഹസ്സൻ ഹുസൈൻ, ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസ്സൻ ഹുസൈനിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത്. ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസ്സൻ ഹുസൈൻ റളിയല്ലാഹു അൻഹ എന്നിവരുടെ സന്താന പരമ്പരയിലൂടെയാണ് നബി കുടുംബം വ്യാപിച്ചത്. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്താണ് ഖുർആൻ. അടുത്തത്, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ജൂതന്മാർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ആരോട് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? അബൂ ത്വാലിബിനോട് ബഹീറ പറഞ്ഞതാണ്. അബൂ ത്വാലിബിനോട് ബഹീറ, ഒരു വേദപുരോഹിതനാണ് ബഹീറ. അബൂ ത്വാലിബിനോട് ബഹീറ പറഞ്ഞതാണ്. അപ്പോൾ അത് എഴുതുക. നെക്സ്റ്റ്, സംസം കിണറ് കെട്ടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീഴും. കാരണം എന്തായിരുന്നു? സംസം കിണറ് കെട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ല് ചുമന്ന് കൊണ്ടുവന്നു. ചുമൽ വേദനിക്കാതിരിക്കാൻ തുണി വെക്കാൻ അബൂ ത്വാലിബ് നിർദ്ദേശിച്ചു. തുണി അഴിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുണി അഴിച്ച് ചുമലിന് വെച്ച് കൊടുക്കാൻ അബൂ ത്വാലിബ് ഒരുങ്ങി. ആ തുണി അഴിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീണത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ആ മനസ്സിലായ കാര്യം എഴുതിയാൽ മതി. അടുത്തതാ, കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ 2 എഴുതുക. എന്തൊക്കെയാണ്?
കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. ഇതൊക്കെ കുടുംബബന്ധം പുലർത്താനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അതിന്ന് 2 എഴുതുക. അടുത്തതാ, മഹ്ശറയിൽ തിന്മ മുൻതൂക്കമായവരുടെ അവസ്ഥ എന്തായിരിക്കും? തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. മഹ്ശറയിൽ തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. ഇതുപോലെ നന്മ മുൻതൂക്കമുള്ളവർ എന്താണ്? വേഗത്തിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. നന്മ മുൻതൂക്കമായവരുടെ അവസ്ഥ ചോദിച്ചാൽ അവർ വേഗത്തിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. അടുത്തത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആശയം എന്ത്? ഫാത്തിഹയുടെ ആശയം പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആയത്തുകൾ മാറി വരുന്നതുപോലെ അപ്പം നമുക്ക് എഴുതാൻ കഴിയണം. എന്താണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം? നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർത്തേണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ ചേർത്തേണമേ. അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ ഞങ്ങളെ നടത്തേണമേ, ചേർത്തേണമേ എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഉലൂമുദ്ദീനിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറുകളൊക്കെ ഉപകാരപ്പെടുത്തുക. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് എടുക്കാൻ അറിയാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് അയച്ചു തരാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോദിച്ചാൽ ആരും മെസ്സേജ് അയക്കേണ്ടതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.